പ്രാപിക്കാൻ പോവുകയാണ്. ചിലവര് പ്രാർത്ഥനയിൽ ആ വാതിലിൽ മുട്ടി യാചിച്ച് അന്വേഷിച്ച് നിങ്ങൾ തീർച്ചയായും ഇന്നൊരു മറുപടി വാങ്ങിയിട്ടേ പോകത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു മനോഭാവത്തോടു കൂടി വന്നിരിക്കുന്ന പല വ്യക്തികൾ ഇവിടെയുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ദൂതാണ്. ഇന്ന് നിങ്ങൾ വാഗ്ദാനത്തിന്റെ ഒരു അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കയറാൻ പോകുകയാണ്. കാരണം വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തൻ. വാക്ക് മാറത്തില്ല. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്ത നല്ല കാര്യസ്ഥൻ, പ്രാർത്ഥന കേൾക്കും ദൈവം സ്വർഗസ്ഥൻ, എന്നും എന്നേക്കും അവൻ പരിശുദ്ധൻ. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തൻ, എന്ന് പാടിയാലും വാക്കുമാറാത്ത കാര്യസ്ഥൻ, പ്രാർത്ഥന കേൾക്കും ദൈവം സ്വർഗസ്ഥൻ, എന്നും എന്നേക്കും അങ്ങ് പരിശുദ്ധൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തുവേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തുവേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തുവേശുവിൽ. അടുത്ത നാളെ നോക്കി പറഞ്ഞേ, തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ ഉവ്വ സന്തോഷത്തോടെ പറഞ്ഞേ, ക്രിസ്തുവേശുവിൽ. പരസ്പരം നോക്കിയാലും ആമേൻ ആമേൻ പാടിയാലും തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തുവേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തുവേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തുവേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തുവേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തുവേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തുവേശുവിൽ. ആമേൻ ആമേൻ. അവസാനമായി തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തുവേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 ക്രിസ്തുവേശുവിൽ. ആമേൻ ആമേൻ ആമേൻ. ശബ്ദമുയർത്തി ആമേൻ പറഞ്ഞാലും, വീണ്ടും ഒരു ആമേൻ പറഞ്ഞാലും, ആമേൻ. ആമേൻ. ദൈവമായിരുന്നാലും ദൈവമായിരുന്നാലും I want to greet all of you, all those who are watching us online, all those who are here, all those in different blessing to their churches. We want to greet you in the name of Lord Jesus. ഇന്ന് ഇവിടെ ചേർച്ചിൽ നേരിട്ട് വന്നിരിക്കുന്നവർ, ഓൺലൈനിലൂടെ സംബന്ധിക്കുന്നവർ, നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ചർച്ചുകൾ എല്ലാവരെയും യേശുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. Before I get into the message, I just want to honor a great personality. തീർച്ചയായിട്ടും സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ ഏറ്റവും വലിയ വ്യക്തിത്വത്തെ മാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I just want to honor a great apostle of India, and she has gone to be with the Lord a couple of days back. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു അപ്പോസ്തലയായി നിൽക്കുന്ന ചില ദിവസങ്ങൾക്ക് മുൻപ് കർത്തൃസഭയിൽ ചേർക്കപ്പെട്ട ഒരു ദൈവിക വനിതയാണ്. We want to honor the legacy and the great life of Sister Mariama Thampi, also Sister Shama's spiritual mother. ഇതാ അപ്പോസ്തൽ മറിയാമ്മ തമ്പി നമ്മുടെ ഷമസിന്റെ ഒരു ആത്മീക മാതാവ് കൂടെയാണ്.
And she has gone to be with the Lord after more than 50 years of serving the Lord along with her husband, Pastor V.A. Thambi, who went to be with the Lord 1 year back. ഇതാ ഒരു വർഷം മുമ്പ് ദൈവസേനയിൽ ചേർക്കപ്പെട്ട തൻ്റെ ഭർത്താവ് പാസ്റ്റർ V.A. തമ്പി അദ്ദേഹത്തോടൊപ്പം കർത്താവിനെ 50 വർഷത്തിലധികമായി ഒരുമിച്ച് ശുശ്രൂഷിച്ച ഈ ദൈവിക വനിതയും ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. They have planted thousands of churches all across the world. ഇതാ ലോകമെമ്പാടും ആയിരക്കണക്കിന് സഭകൾ ഇവരിലൂടെ ദൈവം സ്ഥാപിച്ചു. And she was a very important person in the life of Sister Shama. She helped her, groomed her in ministry and helped her to come up in ministry. സിസ്റ്റർ ക്ഷമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദൈവിക വനിതയാണ്. കാരണം ശുശ്രൂഷയിൽ വളർത്താനും ശുശ്രൂഷയിൽ പരിശീലിപ്പിക്കാനും ദൈവം ഒത്തിരി മറിയാമ്മ തമ്പിയെ ഉപയോഗിച്ചിട്ടുണ്ട്. Even on the day of her marriage, she was the one who prayed for her, blessed her, helped her wear the sari and then come out of the house. ക്ഷമത്തിന്റെ വിവാഹ ദിനത്തിലും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിച്ച് ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും സാരി ഉടുക്കുന്നതിൽ പോലും അവിടെ മുതൽ ഹെൽപ്പ് ചെയ്ത് ആ വിവാഹ ദിനത്തിൽ അവിടെ പ്രസന്റ് ചെയ്യുവാനായിട്ട് തന്നൊപ്പം ഉണ്ടായിരുന്നു. And you might remember on May 1st, 2022, when our pastors celebrated their 25th wedding anniversary, it was Pastor V.A. Thambi and Sister Mariamma Thambi who came down to bless them. The very same couple who officiated their wedding came down to bless them on their 25th anniversary. And it was a great honor and privilege because it was one of the final meetings where they ministered together. ഇതാ 2022 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മെയ് മാസത്തിൽ ഡാമിന്റെയും ക്ഷമാ ഡാമിന്റെയും 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി ദിനത്തിൽ അവർ രണ്ടുപേരും ഇവിടെ കടന്നു വരികയും നമ്മുടെ ദേവദാസിയെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതും എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതൊരു വലിയൊരു പദവിയായിരുന്നു. കാരണം അവർ ഒരുമിച്ച് ശുശ്രൂഷിച്ച അവസാനത്തെ ചില മീറ്റിങ്ങുകളൊന്നായിരുന്നു അത്. Hallelujah. Hallelujah. Can we just thank the Lord for her life, wonderful life that the Lord has blessed her, and she has been an inspiration for so many people, especially women. ഇതാ അനേക സഹോദരിമാർക്കും അനേകരുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹമായി തീർന്ന ആ ദേവദാസിയെ ഓർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാമോ? Hallelujah. Hallelujah. So we from Blessing Today family, we hereby let all the New India Church of God family members as well as the children, Pastor Binu, Pastor Biju, Sister Bina and Sister Bini, all the condolences from the Blessing Today family on behalf of Brother Damien and Sister Shama. ബ്രദർ ഡാമിൻ്റെയും ക്ഷമാ ഡാമിൻ്റെയും ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ കണ്ടോളൻസും അവരുടെ മക്കളായ ബിജു തമ്പി, ബിനു തമ്പി, അങ്ങനെ ബിന്നി, അങ്ങനെയുള്ള എല്ലാവരെയും അറിയിക്കുകയാണ്. Hallelujah. Hallelujah. God bless you. Today I want to speak a message, and I believe this is going to have a prophetic edge to many people's lives. Hallelujah. Hallelujah. The title for today's message is Challenged to Grow. Everybody say challenged to grow. Hallelujah. Hallelujah. Let us read from Acts chapter 9 verses 1 to 6 and then we will get into the message. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വചനം മുതൽ നമുക്ക് വായിക്കാം. Meanwhile, Saul was uttering threats with every breath and was eager to kill the Lord's followers. So he went to the high priest. He requested letters addressed to the synagogues in Damascus, asking for their cooperation in the arrest of any followers of the way he found there. He wanted them to bring both men and women back to Jerusalem in chains. As he was approaching Damascus on this mission, a light from heaven suddenly shone down around him. He fell to the ground and heard a voice saying to him, Saul, Saul, why are you persecuting me? Who are you, Lord? Saul asked, and the voice replied, I am Jesus, the one you are persecuting. Now get up and go into the city and you will be told what you must do. Let's read together in Malayalam. 1-ാമത്തെ വചനം മുതൽ നമുക്ക് ചേർന്ന് വായിക്കാം. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗ്ഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്നൊരു ശബ്ദം കേട്ടു. നീ ആരാകുന്ന കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. ഒരാമേൻ ചേർന്ന് പറയാമോ?
In Acts chapter 1 verse 8, അപ്പോസ്തലപ്രവൃത്തികൾ 1:8 Jesus says one of his last words before he ascended to the heaven. അവൻ സ്വർഗാരോഹണം ചെയ്തതിനു മുമ്പ് യേശു ഈ ഭൂമിയിൽ അവസാന ചില വാക്കുകൾ അവിടെ പ്രസ്താവിക്കുകയാണ്. He says, "You shall receive power when the Holy Spirit comes upon you, and you shall be my witnesses in Jerusalem, Judea, Samaria, and to the ends of the world." പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. How many of you know that powerful statement? ആ ശക്തിയുള്ള പ്രസ്താവന എത്ര പേർ കേട്ടിട്ടുണ്ട് അറിയുന്നു? Listen to me very carefully. ശ്രദ്ധിച്ചിരി കേൾക്കണം. The disciples were anointed in Jerusalem, but they were appointed to Judea, Samaria, and to the ends of the world. ഇതാ ആ ശിഷ്യന്മാരുടെ കൂട്ടത്തെ യെരുശലേമിൽ വെച്ചാണ് കർത്താവ് അഭിഷേകം ചെയ്തത്. എന്നാൽ അവരെ യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം കർത്താവ് അയച്ചു, നിയമിച്ചു. Hallelujah. Hallelujah. I want you to understand two concepts: anointing and appointing. ഇത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഈ കോൺസെപ്റ്റുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന് അഭിഷേകം ചെയ്യപ്പെട്ടു, മറ്റൊന്ന് നിയമിക്കപ്പെട്ടു. God will anoint you somewhere, but he might appoint you at another place. ദൈവം നിങ്ങളെ ഒരിടത്ത് അഭിഷേകം ചെയ്യാം, അപ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്ത് നിങ്ങളെ നിയമിച്ചെന്നിരിക്കാം. David was anointed in the wilderness, but he was appointed to the palace. ഇതാ ദാവീദിന് അഭിഷേകം ലഭിച്ചത് ആ നിർജ്ജന പ്രദേശത്ത് വെച്ച്, മരുഭൂമിയിൽ വെച്ചാണ്. എന്നാൽ അവൻ കൊട്ടാരത്തിലാണ് ഉപയോഗിക്കപ്പെട്ടത്. Moses was anointed, received his calling in the wilderness, but received his calling in the wilderness to lead the people in the wilderness. ഇതാ മരുഭൂമിയിൽ ജനത്തെ നയിക്കുവാനായുള്ള അഭിഷേകം അവൻ അവിടെ തന്നെ പ്രാപിച്ചു. And then he went back to Egypt to get them out. എന്നാൽ അവൻ തിരികെ ഈജിപ്തിൽ ചെന്ന് അവരെ വിമോചിച്ച് കൊണ്ടുവന്നു. And so anointed, but then you're appointed. ഇതാ ഒരു ഭാഗത്ത് അഭിഷേകം ചെയ്യപ്പെടുന്നു, മറുഭാഗത്ത് നിങ്ങളെ കർത്താവ് നിയമിക്കുന്നു. Are you with me? കൂടെയുണ്ടോ? So they were anointed in Jerusalem. യെരുശലേമിൽ അവർ അഭിഷേകം ചെയ്യപ്പെട്ടു. But Jesus said, wait till you receive the gift of the Holy Spirit in Jerusalem. ഇതാ യെരുശലേമിൽ ആ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നവരെ കാത്തിരിക്കുക. After that, leave Jerusalem. അതിനുശേഷം നിങ്ങൾ യെരുശലേം വിട്ടുപോകണം. But what actually happened was they received the anointing in Jerusalem. അവര് യഥാർത്ഥ പക്ഷെ സംഭവിച്ചത് ഇങ്ങനെയാണ്. അവർ യെരുശലേമിൽ വെച്ച് അഭിഷേകം പ്രാപിച്ചു, But they were not willing to go out of their comfort zone. അവർ ആ യെരുശലേം എന്ന ആ സുഖകേന്ദ്രം വിട്ട് വെളിയിൽ പോകുവാൻ അവർ ആഗ്രഹിച്ചില്ല. They started ministering to the Jews in Jerusalem. യെരുശലേമിൽ പാർക്കുന്ന യഹൂദന്മാരോട് അവർ ശുശ്രൂഷിക്കാൻ തുടങ്ങി. And they got converted. അവരെല്ലാവരും പരിവർത്തനം ചെയ്യപ്പെട്ടു. The church started growing. സഭ വളരാൻ തുടങ്ങി. Church started multiplying. സഭ പെരുകാൻ തുടങ്ങി. But the work of God was contained inside a city. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി ആ ഒരു പട്ടണത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോയി. Or let me tell you, the work of God cannot be contained inside a city. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏതെങ്കിലും ഒരു പട്ടണത്തിൽ മാത്രമായി ദൈവവേലയെ ഒതുക്കുവാൻ കഴിയുകയില്ല. The work of blessing today will not be contained inside Kochi. ഇതാ ബ്ലെസ്സിംഗ് ടുഡേയുടെ പ്രവർത്തനങ്ങളെ നമുക്ക് കൊച്ചിയിൽ മാത്രമായി ഒതുക്കുവാൻ കഴിയുകയില്ല. The work of blessing today will not be contained inside Kerala. കേരളത്തിൽ മാത്രമായി അത് നിൽക്കുകയില്ല. The work of blessing today will not be contained inside India. ഇന്ത്യയിൽ മാത്രമായി ആ ബ്ലെസ്സിംഗ് ടുഡേ പ്രവർത്തനങ്ങൾ ഒതുങ്ങുകയില്ല. Acts chapter 1 verse 8 says, you have been anointed and appointed to the ends of the world. നിങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നത് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുവാനാണ്. Some people can receive that promise today. എത്ര പേർ ആ വാഗ്ദത്തത്തെ സ്വീകരിക്കും? You are appointed for the ends of the world. ഭൂമിയുടെ അറ്റത്തോളം എത്തുവാനാണ് കർത്താവ് നിന്നെ നിയമിച്ചിരിക്കുന്നത്. Hallelujah. Hallelujah. You might be anointed here in Cochin Blessing Today Church. നിങ്ങൾ ഈ കൊച്ചിൻ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ വെച്ചായിരിക്കാം അഭിഷേകം ചെയ്യപ്പെട്ടത്. Hallelujah. Hallelujah. But God will use you in the nations of the world. എന്നാൽ അനേക രാഷ്ട്രങ്ങളിൽ കർത്താവ് നിങ്ങൾ ഉപയോഗിക്കും. Hallelujah. Hallelujah. And so these young men, they contain themselves in Jerusalem. ഈ പുരുഷന്മാരെല്ലാവരും തന്നെ അവർ യെരുശലേമിൽ തന്നെ ഒതുങ്ങിക്കൂടി. What happened? എന്ത് സംഭവിച്ചു? A persecution came against them. വലിയൊരു പീഡനം അവർക്ക് എതിരെ വന്നു. And they were scattered. അവർ ചിതറിപ്പോയി. Where were they scattered? എങ്ങോട്ടൊക്കെ അവർ ചിതറിപ്പോയി? Judea, Samaria, and ends of the world. യഹൂദ്യ, ശമരിയ, ഭൂമിയുടെ അറ്റത്തോളവും They were scattered. അവർ ചിതറിപ്പോയി. But the good news is, എന്നാൽ സദ്വാർത്ത ഇതാണ്, wherever they were scattered, അവരെവിടെയൊക്കെയാണോ ചിതറിപ്പോയത് they grew there.
അവിടെ അവർ വളർന്നു. Hallelujah. ഹല്ലേലൂയ. It was not just the Jews, but not just the believers, but even the normal Jews were scattered. When the Romans came, the whole city was destroyed and everybody was scattered across the world. ഇതാ യേശുവിന്റെ ശിഷ്യന്മാർ മാത്രമല്ല, റോമാക്കാരുടെ ആക്രമണം ഉണ്ടായപ്പോൾ യഹൂദന്മാർ ലോകമെമ്പാടും ചിതറിപ്പോയി. And some of them ended up here in Kerala. ചില ആളുകൾ കേരളത്തിൽ വന്നു. That is why we have a Jew town in Fort Kochi. അതുകൊണ്ടാണ് ഫോർട്ട് കൊച്ചിയിൽ നമുക്കൊരു ജൂ ടൗൺ ഉള്ളത്. That is why there are Jewish diaspora all across the world. അതുകൊണ്ടാണ് ആ യഹൂദന്മാരുടെ ഒരു മുന്നേറ്റം ലോകമെമ്പാടുമുള്ളത്. Because when persecution came, they were scattered. അത് കാരണം ആ പീഡനം വന്ന സമയത്ത് അവരെല്ലായിടങ്ങളിലേക്ക് ചിതറിപ്പോയി. And because these Jews were scattered to the different parts of the world, the believers who were Jews, the followers of Jesus Christ who were originally Jews, they also followed these people. ഇതാ ഈ പീഡനം വന്ന് ആദ്യമേ യഹൂദന്മാർ ചിതറിപ്പോയത് കൊണ്ട് യേശുവിന്റെ ശിഷ്യന്മാരും ചിതറിപ്പോയപ്പോൾ ഇവരുള്ളിടങ്ങളിലേക്ക് ഓടിപ്പോയി. And so Saint Thomas reached Kerala. സെയിന്റ് തോമസ് നമുക്കറിയാം, തോമസ് ലീഹ ഇവിടെ കേരളത്തിൽ വന്നു. Ministered in many parts of India. ഇന്ത്യയുടെ പല ഭാഗങ്ങളെ അദ്ദേഹം ശുശ്രൂഷിച്ചു. The disciples of Jesus Christ, the apostles, the early church fathers, they were scattered all across the world. ഇതാ യേശുവിന്റെ ശിഷ്യന്മാർ, ആദിമ സഭയുടെ പിതാക്കന്മാർ ലോകമെമ്പാടേക്കും അവർ ചിതറിപ്പോയി. And they were heavy persecution. അവർ കഠിനമായ പീഡനത്തിലൂടെ കടന്നുപോയി. Maybe the highest amount of persecution ever in church history was in the first century. ഇതാ സഭയുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഏറ്റവും അതികാഠിന്യമേറിയ ഒരു പീഡനകാലമുണ്ടെങ്കിൽ അത് ആദിമ സഭയാണ് നേരിട്ടത്. But can I also tell you one thing? അപ്പോൾ തന്നെ മറ്റൊരു കാര്യം, That was the time with the most amount of persecution. ആ ഏറ്റവും പീഡനം ഉയർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ That was the time with the most amount of church growth. ഏറ്റവും കൂടുതൽ സഭാ വളർച്ച നടന്നതും അവിടെ തന്നെയാ. Scholars and historians and statisticians, they all say that every decade, every 10 years, on average, the Christianity grew at a minimum rate of 40%. ഇതാ വചന പണ്ഡിതന്മാരും കണക്കുകൾ വിശദമായി പഠിക്കുന്നവരും പറയുകയാണ്, എല്ലാ 10 വർഷം കൂടുമ്പോഴും ക്രൈസ്തവ സഭ 40% വളർന്നുകൊണ്ടേയിരുന്നു, പെരുകിക്കൊണ്ടേയിരുന്നു. എല്ലാ 10 വർഷം കൂടുമ്പോഴും 40% they're growing. 40% വെച്ചാണ് അവർ വളർന്നത്. From a few thousands, ചില ആയിരം ആളുകളിൽ നിന്ന് they became 350 million in a couple of 100 years. 350 million. 350 മില്യണിലേക്ക് അത് വളർന്നു. Spread all across the Roman Empire. റോമൻ എംപയർ മുഴുവൻ അത് പടർന്നു പന്തലിച്ചു. And the Christianity started growing. ഇതാ ദൈവസഭ വളരാൻ തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. It coincided with the period of the most amount of persecution. അത് സംഭവിച്ചത് മറുഭാഗത്ത് വലിയ പീഡനം, ഏറ്റവും വലിയ പീഡനം നടക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Do you know what that means? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? Challenges, problems and persecution does not mean you will go down. ഇതാ ഒരു പ്രശ്നം വരുമ്പോൾ, വലിയ പ്രതിസന്ധി വരുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ താഴേക്ക് പോകുമെന്നല്ല. Challenges, persecution, problem means if you go through it, you will come up. ഇതാ വലിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ, പീഡനങ്ങൾ നേരിടുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ അതിലൂടെ കടന്നുപോയി നിങ്ങൾ മുകളിലേക്ക് ഉയരും. So challenges are for you to grow. ഇതാ ആ വെല്ലുവിളികൾ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. Hallelujah. ഹല്ലേലൂയ. Listen to me. ശ്രദ്ധിച്ച് കേൾക്കുക. The devil brings challenges to destroy you. സാത്താൻ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്, വെല്ലുവിളികൾ കൊണ്ടുവരുന്നത് നിങ്ങളെ തകർക്കാനാണ്. But God uses that very same challenge to bring you up. എന്നാൽ അതേ വെല്ലുവിളിയെ തന്നെ ദൈവം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. There's a character in the Bible called Joseph. ഇതാ യോസഫ് എന്ന് പറയുന്ന കഥാപാത്രത്തെ ബൈബിളിൽ നമ്മൾ കാണുകയാണ്. A young smart boy. വളരെ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ. He had dreams. തനിക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. He had a vision. അവനൊരു ദർശനം ഉണ്ടായിരുന്നു. He wanted to be somebody. ആരെങ്കിലും ആയിത്തീരുവാൻ അവൻ ആഗ്രഹിച്ചു. He had a desire. അവനകത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. What did the devil do? എന്താണ് സാത്താൻ ചെയ്തത്?
he brought challenges അവന് വലിയ വെല്ലുവിളികൾ എറിഞ്ഞു കൊടുത്തു. from his brothers, അവന്റെ സഹോദരന്മാരിൽ നിന്ന് sold him, അവൻ വിറ്റുകളഞ്ഞു. he became a slave, അവനൊരു അടിമയായി മാറി. he was purchased by money, ഇതാ ആളുകൾ പണം കൊടുത്ത് അവനെ വാങ്ങുന്ന ഒരു വ്യക്തിയായി അവൻ മാറി. he was the bottom scum of the society. ഇതാ അവൻ ആ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലെ ഒരു അധകൃതനായി മാറി. From there he worked himself up. എന്നാൽ അവിടെ നിന്ന് അവൻ അധ്വാനിച്ച് അവൻ മുകളിലേക്ക് കയറി. When he reached a position, he was put in jail. അവൻ ആ ഒരു പദവിയിലെത്തിയപ്പോഴും അവനെ തടവിലാക്കി. In the jail they forgot him. ഇതാ ജയിലിൽ വെച്ച ആളുകൾ അവനെ മറന്നു കളഞ്ഞു. But still, challenge after challenge, he stood and he believed in God. ഇതാ ആ വെല്ലുവിളികൾ ഒന്നിനു പുറകെ ഒന്നായി നേരിടുമ്പോഴും അവൻ ഉറപ്പോടെ ദൈവത്തിൽ വിശ്വസിച്ചു കൊണ്ടേയിരുന്നു. He knew what God wanted him to be. ഇതാ ദൈവം അവനെ ആരാകുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് താൻ ഉറച്ചിരുന്നു. He had a dream in his heart. തന്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു സ്വപ്നമുണ്ട്. What did God do? എന്ത് ദൈവത്തിന് ചെയ്യാൻ കഴിയും? Through these challenges, God exalted Joseph. ഇതാ ഈ വെല്ലുവിളികളുടെ ഇടയിലൂടെ കർത്താവ് യോസേഫിനെ ഏറ്റവും ഉയർത്തി. I'm telling you, challenges in your life, it is brought to harm you, but God will use it to make you grow. നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ നിങ്ങളുടെ നാശത്തിനായി പിശാച് കൊണ്ടുവന്നെങ്കിൽ അതേ വെല്ലുവിളികളെ നിങ്ങളെ വളരുവാനായി കർത്താവ് ഉപയോഗിക്കാൻ പോവുകയാണ്. അതേ വെല്ലുവിളികൾ പറഞ്ഞു കേട്ടില്ലേ? അതേ വെല്ലുവിളിയെ, അതേ ചാലഞ്ചിനെ, വേറെ ഇതിനല്ല, അതേ ചാലഞ്ചിനെ കർത്താവ് ഉപയോഗിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വാക്യം ഒന്ന് സ്ക്രീനിൽ ഇടാമോ? ജെനസിസ് 50 വേഴ്സ് 22. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 22-ാമത്തെ വചനം. 20-ാം വാക്യം. 20-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. Joseph is telling his brothers, ഇതാ യോസേഫ് തന്റെ സഹോദരന്മാരെ നോക്കി പറയുകയാ, you intended for harm, നിങ്ങൾ എന്റെ നേരെ ദോഷമാണ് നിരൂപിച്ചത്, but God changed it for good. എന്നാൽ ദൈവം അതിനെ ഗുണത്തിനു വേണ്ടി ആക്കി തീർത്തു. So the challenges, the intention is to harm you. ഇതാ അതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ദോഷം വരുത്താനായിരുന്നു. The problems that you face, the challenges that you face, the main intention is to harm you. ഇതാ നിങ്ങൾ നേരിടുന്ന ചില വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, അത് നിങ്ങൾക്ക് ദോഷം കണക്കാക്കിക്കൊണ്ട് വന്നതാണ്. God does not bring you these challenges ദൈവമല്ല ഇതൊന്നും കൊണ്ടുവന്നത്. because God says in Jeremiah 29:11, my plans are to prosper you, not to harm you. കാരണം യിരെമ്യാ പ്രവചനം 29:11 വളരെ വ്യക്തമായി ദൈവം പറയുകയാണ്, എനിക്ക് നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ നിനക്കൊരു നന്മയും ശുഭഭാവിയും നൽകുന്നതാണ്. So anything to harm you, anything intent to destroy you is from the devil. നിനക്ക് ദോഷം വരുത്തുന്ന ഏതെങ്കിലും രീതിയിൽ നിന്നെ ഹാനികരമാകുന്ന ഏതെങ്കിലും കാര്യം പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും സാത്താനിൽ നിന്ന് വരുന്നതാണ്. സഭ ആദ്യം തന്നെ അത് മനസ്സിലാക്കണം. ആമേൻ. ദൈവസഭ ആദ്യം തന്നെ അത് മനസ്സിലാക്കണം. കർത്താവ് നല്ലവനാണ്. കർത്താവ് എനിക്ക് വേണ്ടി നല്ലത് മാത്രമേ ചിന്തിക്കാറുള്ളൂ, നല്ലത് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. My God is good and he is only good. എന്റെ ദൈവം നല്ലവനാണ്, അവൻ എനിക്ക് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. Jesus said there is no one good but one, the Father. യേശു പറഞ്ഞു മറ്റാരും നല്ലവനെന്ന് വിളിക്കാനില്ല, പിതാവായ ദൈവം ഒരുവൻ മാത്രം. And he is so good that he changes, he converts the things that the enemy brings to harm you for our good. ദൈവം അത്രയും നല്ലവനായതുകൊണ്ട് പിശാച് ദോഷത്തിന് കൊണ്ടുവന്ന ആ വെല്ലുവിളികളെ നിങ്ങളുടെ ഗുണത്തിനു വേണ്ടി കർത്താവ് ആക്കി തീർക്കുന്നു. എത്ര നല്ലവനായ കർത്താവാണ്. ഹല്ലേലൂയ. ആ നല്ലവനായ പിതാവിനോടൊന്ന് നന്ദി പറയാമോ? നന്ദി പിതാവേ, നന്ദി പിതാവേ. Hallelujah. We love you, Father. Hallelujah. Hallelujah. Our God is so good. എത്ര നല്ലവനായ ദൈവമാണ്. The devil intended to harm. പിശാച് ദോഷം വരുത്താൻ നിരൂപിച്ചു. The same challenge, അതേ വെല്ലുവിളി he makes it a blessing. ദൈവം ഒരു അനുഗ്രഹമാക്കി തീർത്തു. Hallelujah. ആമേൻ. ആമേൻ. In the New Testament, we have the full picture. Romans 8:28 says, for God works
all things for the good of those who love him. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് ലഭിക്കുകയാണ്. റോമാലേഖനം 8:22 പറയുന്നു, ആമേൻ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കുന്നു. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. പിശാച് ഇവിടെ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാമെന്ന് വിചാരിക്കുക. ഇവിടെയും കൊണ്ടുവരുന്നു, ഇവിടെയും കൊണ്ടുവരുന്നു, ഇവിടെയും കൊണ്ടുവരുന്നു, ഇവിടെയും കൊണ്ടുവരുന്നു. ചുറ്റും നോക്കുമ്പോൾ മൊത്തം പ്രശ്നങ്ങൾ. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന അനുഭവം. ഫ്രണ്ടിൽ ചെങ്കടൽ, ബാക്കില് ഫറവോൻ. ചുറ്റും പ്രശ്നങ്ങൾ. എന്ത് ചെയ്യും? ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. മോശക്കെതിരെ പിറുവിറുത്തോണ്ടിരിക്കുക. കർത്താവ് എന്ത് ചെയ്തു? ആ രണ്ട് തിന്മകളും കൂടി കുഴച്ച് കർത്താവ് ഒരു നന്മയുണ്ടാക്കി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കുക. ബൈബിൾ ശരിക്കും വായിച്ചാൽ ഈ വെളിപ്പാട് മനസ്സിലാകും. ആ വെള്ളം തുറന്നപ്പോൾ ബൈബിൾ പറയുന്നത് ഇസ്രായേൽ മക്കളുടെ അവിടെ വെളിച്ചമായിരുന്നു, ഈജിപ്ഷ്യൻസിന്റെ അവിടെ ഇരുട്ടായിരുന്നു. അവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വെള്ളം തുറന്നു കിടക്കാന്ന് കണ്ടിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ കാലെടുത്ത് വെക്കില്ലായിരുന്നു. അവർക്ക് അറിയത്തില്ലായിരുന്നു അത് വെള്ളമായിരുന്നു. അവര് ഇസ്രായേൽ മക്കൾ പോകുന്നതനുസരിച്ച് അവർ പോയി. ചില ആൾക്കാർ പറയുന്നത് എങ്ങനെയാണ്, അത് ഫുൾ കടന്നതിന് ശേഷം, ഇസ്രായേൽ മക്കൾ ക്രോസ് ചെയ്തതിന് ശേഷം ഇവർ വെള്ളത്തിലായിരുന്നു. അവർക്കറിയില്ലായിരുന്നു വെള്ളമായിരുന്നു. അവർ ഇരുട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് വെളിച്ചം കൂടെ ഓണാവുന്നത്. ചിന്തിക്കാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ട് തിന്മകളും കർത്താവ് കുഴച്ചൊരു നന്മയാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. That is how God works. What the enemy means for evil, God takes all these things and he will cook something good for you. ഇതാണ് ദൈവത്തിന്റെ രീതി എന്നത്. പിശാച് പല രീതിയിൽ പ്രശ്നങ്ങളിട്ട് നിനക്ക് ദോഷം വരുത്തുവാൻ ചിന്തിക്കുമ്പോൾ കർത്താവ് അതിനെല്ലാം എടുത്ത് കൈകാര്യം ചെയ്ത് അതിനെ ഒന്ന് കുഴച്ച് നിന്നെ നന്മയ്ക്ക് വേണ്ടി, ഗുണത്തിനു വേണ്ടി ഇതാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഒരു ദേവദാസൻ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂത്ത്സിന്റെ ഇടയിലൊക്കെ പറയാറുണ്ട്. നിങ്ങളൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിലെന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് ഉള്ളത്? തീർച്ചയായും ചോക്ലേറ്റ് ഉണ്ട്, മുട്ടയുണ്ട്, ബേക്കിംഗ് പൗഡർ ഉണ്ടാവും, മൈദ ഉണ്ടാവും, പഞ്ചസാര ഉണ്ടാവും. കുക്ക് ചെയ്യുന്ന ഒത്തിരി നല്ല പേര് ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ മികവൊന്നും തെളിയിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ബേക്കിംഗ് പൗഡർ കഴിച്ചിട്ടുണ്ടോ? എന്താ ടേസ്റ്റ്? ബേക്കിംഗ് പൗഡർ കഴിച്ചാൽ ഒരു ടേസ്റ്റും ഇല്ല. ഒരു ടേസ്റ്റ് ഇല്ല. സാറായിരിക്കും. ആക്ച്വലി വായിൽ ഒരു പ്രത്യേക ഇതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും പച്ച മുട്ട കഴിച്ചിട്ടുണ്ടോ? എന്താ ടേസ്റ്റ്? ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്കറിയത്തില്ല. ഇതൊക്കെ ഒറ്റക്ക് കഴിക്കുമ്പോൾ കഴിക്കാൻ കൊള്ളത്തില്ല. പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് അവനിലേക്ക് വെച്ചാൽ എന്തായിരിക്കും തിരിച്ചു വരുന്നത്? ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ലൈഫിലെ പല സാഹചര്യങ്ങളും നിങ്ങൾ ആ സാഹചര്യത്തെ മാത്രം നിങ്ങൾ നോക്കി നിങ്ങളുടെ ലൈഫിനെ വിധി എഴുതിയാൽ നിങ്ങൾ പറയൂ, എൻ്റെ ലൈഫ് ഇത്രയും മോശമാണ്, കർത്താവ് എനിക്ക് വേണ്ടി നന്മ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയും. പക്ഷെ നിങ്ങളൊന്ന് കാത്തിരിക്കുക. കുക്ക് ചെയ്യാൻ കുറച്ച് ടൈം വേണം അല്ലേ? നിങ്ങളൊന്ന് കുറച്ച് പേഷ്യൻസ് വേണം. ആമേൻ. എൻ്റെ അമ്മയുടെ പേര് ക്ഷമ എന്നാണ്. കുറച്ച് പേഷ്യൻസ് വേണം. അതെല്ലാം മിക്സ് ചെയ്യുക. നമ്മുടെ കർത്താവ് ഏറ്റവും നല്ല പാചകനാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളും കർത്താവ് മിക്സ് ചെയ്ത് സകലതും കൂടി വ്യാപരിച്ച് നമ്മുടെ നന്മയ്ക്കായി കർത്താവ് മാറ്റുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. He turns all things for the good of those who love him. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി. Hallelujah. Hallelujah. So let the devil work. പിശാച് അധ്വാനിച്ചോട്ടെ, പണിയെടുക്കട്ടെ, പിശാച് അധ്വാനിക്കട്ടെ. കർത്താവ് പിശാചിനെ കൊണ്ട് അധ്വാനിപ്പിക്കും. നീ ഒന്ന് പണിയെടുക്കാൻ കാണട്ടെ. നമുക്ക് പണി തരാൻ വേണ്ടി പിശാച് അധ്വാനിക്കുന്നു. പക്ഷെ പിശാച് ചെയ്ത സകല കാര്യത്തെയും
പിശാച് ചെയ്തതിനെ തന്നെ കർത്താവ് ഉപയോഗിച്ച് നമ്മുടെ നന്മയ്ക്കായി മാറ്റും. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും നമ്മുടെ ശത്രു കേൾക്കുക, ഞാൻ ഇംഗ്ലീഷ് പറയാം കുറച്ചുകൂടി കംഫർട്ടബിൾ. What the enemy uses, the Lord uses the exact same weapon to come back at him. ഇതാ പിശാച് എന്ത് ആയുധമാണ് നിനക്കെതിരെ ഉപയോഗിക്കുന്നത്, അതേ ആയുധം തന്നെ അവനെ വെട്ടാനായി കർത്താവ് ഉപയോഗിക്കും. Listen. Haman created a wooden pole to hang Mordecai. ഇതാ ഹാമാൻ ഇവിടെ മൊർദെഖായെ തൂക്കിക്കൊല്ലുവാനായിട്ട് കഴുകുമരം ഒരുക്കുകയാണ്. Who hung on that pole? പക്ഷേ ആ തൂക്കിന്മേൽ അല്ലെങ്കിൽ ആ കഴുകുമരത്തിൽ ആരാണ് തൂങ്ങിയത്? Was it Mordecai? മൊർദെഖായി ആയിരുന്നു? No. Haman. ഹാമാൻ ആയിരുന്നു. The same weapon that he created, he succumbed to that. അവൻ ഏത് ആയുധം നശിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്തുവോ അതിൽ തന്നെ അവൻ ഒടുങ്ങിപ്പോയി. മനസ്സിലായല്ലോ? Listen. The devil brought death as a poison to Jesus to finish off Jesus. ഇതാ പിശാച് മരണത്തെ ഒരു വിഷം എന്നതുപോലെ യേശുവിനെ തീർത്ത് കളയാനായിട്ട് ആയുധമായി ഉപയോഗിച്ചു. What happened? എന്നാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? Jesus defeated that death, and now that cross is a symbol of victory for us. ഇതാ ആ മരണത്തെ തന്നെ യേശു തോൽപ്പിച്ച് അവന്റെ ക്രൂശ് മരണം ഒരു വിജയത്തിന്റെ ചിഹ്നമായി മാറി. The same weapon that the enemy uses, God uses it back at him. ഇതാ പിശാച് ഉപയോഗിച്ച അതേ ആയുധത്തെ അവനെതിരെയുള്ള ആയുധമായി കർത്താവ് ഉപയോഗിച്ചു. Moses, മോശ where did he grow up? അവൻ എവിടെയാണ് വളർന്നു വന്നത്? Where did he grow up? എവിടെയാണ് മോശ വളർന്നു വന്നത്? In the palace. കൊട്ടാരത്തിനകത്ത്. Under Pharaoh. ഫറവോന്റെ കീഴിൽ. Who gave Moses food? ആരാണ് മോശയ്ക്ക് ഭക്ഷണം കൊടുത്തത്? ആരാ കൊടുത്തത്? ഫറവോനല്ലേ? മോശയ്ക്ക് പഠിപ്പിച്ച ആരാണ്? ട്യൂഷന് കാശ് കൊടുത്ത ആരാണ്? ഫറവോനല്ലേ? മോശയ്ക്ക് വേണ്ട ഉടുപ്പ് കൊടുത്ത ആരാണ്? എല്ലാം ഫറവോനല്ലേ കൊടുത്തത്? മോശനെ മൊത്തം ഫറവോൻ സ്പോൺസർ ചെയ്തു. അതേ മോശനെ തിരിച്ചു വന്ന് ഫറവോന്. Sometimes the Lord uses the devil to fund his own demise. ഇതാ പലപ്പോഴും ദൈവം പിശാചിന്റെ ആയുധത്തെ തന്നെ അവനെ തറപറ്റിക്കാൻ, അവനൊന്ന് കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കും. Hallelujah. 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 So let the devil do it. പിശാച് ചെയ്തോട്ടെ. It won't affect you. നിങ്ങളെ അത് ബാധിക്കുകയില്ല. I'm telling you, it won't affect you. നിങ്ങളെ ഒന്നും അത് ബാധിക്കുന്നില്ല. You know what it says in Isaiah 54:17? ഇതാ യെശയ്യാ 54:17 പറയുന്നത് എന്താണെന്ന് അറിയാമോ? No weapon formed against you shall prosper. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. You know that means there are weapons that are formed against you. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്കെതിരെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ശരിയല്ലേ? പിശാച് ഉണ്ടാക്കുന്നുണ്ട്. പിശാചിന് ഒരു ആയുധത്തിന്റെ ഒരു കലവറയുണ്ട്. അതിൽ നമുക്കെതിരെ പല ആയുധങ്ങളും പിശാച് ഉണ്ടാക്കുന്നുണ്ട്. But none of it will prosper. ആമേൻ. അതിലൊന്നുപോലും നിനക്ക് ഫലിക്കുകയില്ല. And it says you shall rise up and condemn every tongue that speaks against you. നിനക്ക് എതിരെ സംസാരിക്കുന്ന എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. You know what that means? അതിന്റെ അർത്ഥം എന്താണ്? There are people who are ready to speak against you. നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ചില ആളുകളുണ്ട്. To accuse you. നിങ്ങൾക്ക് അപവാദം വരുത്തുവാൻ. To take you to the courtroom and judge you. നിങ്ങളെ കോടതി മുറിയിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ ന്യായം വിധിക്കുവാൻ ആഗ്രഹിക്കുന്നു. He did this, she did that. ഇവൻ അങ്ങനെ ചെയ്തു, ഇവൻ അങ്ങനെ ചെയ്തു. But it will not affect you. പക്ഷെ അത് നിങ്ങളെ ബാധിക്കുകയില്ല. You will rise up and you will refute and condemn every tongue that speaks against you. നിങ്ങൾ എഴുന്നേൽക്കും, നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നിങ്ങൾ കുറ്റം വിധിക്കും. ദേവസഭയ്ക്കെതിരെ, ദൈവമക്കൾക്കെതിരെ, വിശ്വാസികൾക്കെതിരെ എഴുന്നേൽക്കുന്ന നാവിനെ കർത്താവ് ഇന്ന് വെട്ടുന്നു. നിനക്കെതിരെ
നിനക്കെതിരെ സംസാരിക്കുന്ന, നിനക്കെതിരെ അപവാദം പറയുന്ന പിശാചിനെയും പിശാചിന്റെ സകല ദുരാത്മാക്കളെയും പിശാച് ഉപയോഗിക്കുന്ന വ്യക്തികളെയും ഈ സമയത്ത് കർത്താവ് മാറ്റുന്നു. നിനക്കെതിരെ കുറ്റം വിധിക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. There is no one who can condemn you. നിന്നെ കുറ്റം വിധിക്കാൻ ആർക്കും കഴിയുകയില്ല. Our Father has not given the authority to do anybody. അത് ചെയ്യുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് വേറെ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. He is the only authority. അവനാണ് ആകെ അതിനുള്ള അധികാരമുള്ളത്. Hallelujah. ഹല്ലേലൂയ. അടുത്ത തവണ പിശാച് നിങ്ങൾക്കെതിരെ കുറ്റം വിധിക്കാൻ വരുമ്പോൾ, നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വരുമ്പോൾ പറയണം, നിനക്കതിന്റെ അധികാരമില്ല. എന്നെ ന്യായവിധി ചെയ്യുവാൻ, എന്നെ ജഡ്ജ് ചെയ്യുവാൻ ഒരു വ്യക്തിക്ക് അധികാരമുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 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 So let the devil work. പിശാച് പണിയെടുക്കട്ടെ. പറഞ്ഞ പിശാച് പണിയെടുക്കട്ടെ. പിശാച് പണിയെടുക്കട്ടെ. വെറുതെ ഇരിക്കല്ല, പണിയെടുക്കട്ടെ. Don't worry, it will bless you only. അത് നിങ്ങൾക്ക് അനുഗ്രഹമാവുകയേ ഉള്ളൂ. നിങ്ങൾ ഭാരപ്പെടണ്ട. Because the other day I have a verse that is sort of becoming one of my favorite verses in the Bible. ഇത് ബൈബിളിലെ ഏറ്റവും എനിക്ക് പ്രിയങ്കരമായ ഒരു വചനമായി മാറുന്ന ഒരു പ്രത്യേക ഒരു വചനഭാഗമുണ്ട്. It's in Proverbs chapter number 13 verse 22. സദൃശവാക്യങ്ങൾ 13:22 ആണ്. It says, the wealth of the sinner or the wicked is stored up for the righteous. ഇത് പാപികളുടെ സമ്പത്തോ നീതിമാനു വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. The wealth of the sinner is stored up for the righteous. ഇത് പാപികളുടെ സമ്പത്ത് നീതിമാനു വേണ്ടി ഇത് സംഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ്. Sometimes I get up in the morning. ചില സമയത്ത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, Sometimes it's late. ചിലപ്പോൾ വളരെ വൈകും. I get up in the morning രാവിലെ എഴുന്നേൽക്കുമ്പോൾ and I smile. ഞാൻ ചിരിക്കും. Because while I was sleeping, ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് some wicked person was working so hard, creating money, storing up money. ഇതാ ഏതോ ദുഷ്ടന്മാരായ ആളുകൾ, പാപികളായ ആളുകൾ കഠിനാധ്വാനം ചെയ്ത് അവർ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്, ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. They are putting their blood, sweat and tears and doing everything to create money. ഇതാ രക്തം വേർപ്പാക്കി അവർ അധ്വാനിക്കുകയാണ്, എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം. For what? എന്തിനു വേണ്ടിയാ? For me. എനിക്ക് വേണ്ടി. ആർക്കും മനസ്സിലായില്ല. ആമേൻ. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. വെറുതെ The Lord makes the wicked work hard, create wealth, store of wealth. Why? Because He wants to bring it for God's children. ഇതാ പാപികൾ കഠിനാധ്വാനം ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കുന്നത് ദൈവത്തിന്റെ മക്കൾ അത് അനുഭവിക്കാനാണ്, അവർക്ക് വേണ്ടിയാണ്. 2024 is a year in which there's going to be a wealth transfer from the wicked to the godly. ഇത് 2024 പാപികളിൽ നിന്നും ദൈവമക്കളിലേക്ക് വലിയൊരു സമ്പത്തിന്റെ കൈമാറ്റം ഉണ്ടാകും. Let them work hard. അവർ കഠിനാധ്വാനം ചെയ്യട്ടെ. Let the enemy work hard. സാത്താൻ പണിയെടുക്കട്ടെ. The Lord will somehow turn it for my good. ദൈവം ചില രീതികൾ അതിനെ നന്മയ്ക്ക് വേണ്ടി മാറ്റുകയാണ്. വിശ്വസിക്കുന്ന വ്യക്തികൾക്ക്, വിശ്വസിക്കുന്നവർക്ക് മാത്രം മതി. നിങ്ങൾ അധ്വാനിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ആമേൻ. ഞാൻ അലസതയെ പൊക്കി പറയുന്നതല്ല, അലസതയെ പൊക്കി പറയുന്നതല്ല. നിങ്ങൾ വീട്ടിൽ ഇനി പോലും ഒന്നും ചെയ്യരുതെന്ന് പറയുന്നതല്ല ഞാൻ. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ ഒരു മകനായതുകൊണ്ട്, മകളായതുകൊണ്ട് പിശാച് നിങ്ങൾക്കെതിരെ പല പദ്ധതികളും വെച്ചിട്ടുള്ളതുകൊണ്ട് കർത്താവ് ഒരു പ്രതിഫലം എന്ന രീതിയാണ് അവൻ കഷ്ടപ്പെട്ട് അനുഭവിച്ചുണ്ടാക്കിയ ചില സമ്പത്തുകൾ നിങ്ങൾ ഒന്നും അറിയാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാം. ഓ യെസ്, ഹല്ലേലൂയ.
ചില പ്രോപ്പർട്ടീസ് റിലീസ് ആകാൻ പോവുകയാണ്. Yes, in the name of Jesus. വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കുക, വിശ്വസിക്കുന്ന ഏറ്റെടുക്കുക. ചില റിലീസ് ആകുക. The wealth of the nations, രാഷ്ട്രങ്ങളുടെ സമ്പത്ത്, the wealth of the Gentiles ജാതികളുടെ സമ്പത്ത് is coming upon God's children. ദൈവമക്കളുടെ മേൽ അത് വരികയാണ്. Those who want it, receive it. അത് വേണ്ടവർ അതിനെ സ്വീകരിച്ചെടുക്കുക, പിടിച്ചെടുക്കുക. This is the prophetic word that I have for somebody. ചില ആളുകൾക്കുള്ള പ്രവചന ശബ്ദം കേട്ടുകൊള്ളൂ. The Lord spoke to me while I was in prayer yesterday. ഇന്നലെ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ കർത്താവ് ഇങ്ങനെ സംസാരിച്ചു. He said, for some people, this week is going to be the biggest turning point of your entire life. നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി ഈ ആഴ്ച ചില ആളുകൾക്ക് മാറാൻ പോവുകയാണ്. The Holy Spirit said, പരിശുദ്ധാത്മാവ് പറഞ്ഞു, you are one person today, but next week when you come, you are coming with a different color, with a different perspective. ഇത് നിങ്ങൾ ഒരു വ്യക്തിയായി ഇന്ന് നിൽക്കുന്നു, എന്നാൽ അടുത്ത ആഴ്ച വരുമ്പോൾ ഇത് പല വർണ്ണത്തിലുള്ള ഒരു വ്യക്തിയായി മാറുന്നത് പോലെ ബഹുമുഖമുള്ള ഒരു വ്യക്തിയായി നിന്റെ നിലവാരത്തെ കർത്താവ് മാറ്റുകയാണ്. Those who want to receive it can receive it right now. ആർക്കൊക്കെ അത് പിടിച്ചെടുക്കണമോ സ്വീകരിക്കണമോ ഇപ്പോൾ അതിനെ സ്വീകരിക്കുക. Destinies are changing this week. ഇതാ നിങ്ങളുടെ ഭാവിയെ കർത്താവ് ഈ ആഴ്ച മാറ്റുകയാണ്. One week a lot can happen. ഈ ഒരൊറ്റ ആഴ്ച കർത്താവിന് മതി. ഒരാഴ്ച മതി കർത്താവ്. ആമേൻ. കർത്താവിന് 430 വർഷങ്ങളുടെ കടത്തെ വീട്ടുവാൻ ഒരു നിമിഷം മതിയായിരുന്നു. ആമേൻ. 430 വർഷം ഇസ്രായേൽ മക്കൾ ഈജിപ്തില് പണി ഇടിപ്പിച്ചവര് അല്ലെ, ശത്രു പണി ഇടിപ്പിച്ചു, ദൈവമക്കളെ പണി ഇടിപ്പിച്ചു. കാശ് കൊടുത്തില്ല, ശമ്പളം കൊടുത്തില്ല. 430 വർഷം. ഒറ്റൊരു രാത്രി കർത്താവരോട് പറഞ്ഞു, പോയി ചോദിക്കുക, സ്വർണം ചോദിക്കുക, വെള്ളി ചോദിക്കുക, ആർട്ടിക്കിൾസ് ഓഫ് ക്ലോത്തിങ് ചോദിക്കുക. ദൈവത്തിന്റെ ഒരു ഫേവർ അവരുടെ മുകളിൽ വന്നു. ഒറ്റ രാത്രി കൊണ്ട് അവർ ആ ദേശത്തെ കൊള്ളയടിച്ചു. ജാതികളുടെ സമ്പത്ത് ഒറ്റ രാത്രി കൊണ്ട് ദൈവ മക്കളിലേക്ക് വന്നു. ആ സമയത്ത് ഏറ്റവും വലിയ രാജ്യമായിരുന്നു ഈജിപ്റ്റ്. ആ ഈജിപ്റ്റ് എന്ന ദേശത്തെ കൊള്ളയടിക്കുന്നു പറഞ്ഞാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, thou shall not steal. അതല്ല, ഇത് അവർക്ക് കിട്ടേണ്ട കാശായിരുന്നു. It was rightfully deserving to them. ചില വ്യക്തികൾക്ക് കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. There's something that have not been released to you. ഇത് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാതെ റിലീസ് ചെയ്യപ്പെടാതിരിക്കുന്ന something that the devil has locked up. പിശാച് പൂട്ടിയിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. 430 years of lockup. 430 വർഷം കൊടുക്കാതെ പിടിച്ചു വെച്ചിരുന്ന നന്മകൾ. 430 years of injustice and cries to God. 430 വർഷത്തെ ദൈവത്തോടുള്ള കരച്ചിലും നിലവിളിയും. Today if you can let out one more cry, ഇന്ന് ഒരൊറ്റ വിളി മതി. The Lord is going to change you this week. ഈ ആഴ്ച നിനക്ക് വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. You are not coming back to Blessing Center the same next week. ഇതാ പഴയ അവസ്ഥയിൽ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ ബ്ലെസ്സിംഗ് ചർച്ചിൽ വരികയില്ല. There is a mighty release of breakthroughs happening upon God's children today. ദൈവമക്കളുടെ മേൽ വലിയൊരു വിടുതൽ സംഭവിക്കുകയാണ്.
നഷ്ടപ്പെട്ട ഓർത്ത് ദുഃഖിക്കുന്ന വ്യക്തികളുണ്ട് ഇവിടെ. നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും ഓർത്ത് ദുഃഖിക്കുന്ന വ്യക്തികളുണ്ട് ഇവിടെ. The book of Joel says, I will restore the years the locusts have eaten. യോവേൽ പറയുന്നത് പോലെ വെട്ടുക്കിളി തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി ഞാൻ നിങ്ങൾക്ക് നൽകും. I will restore. ഞാൻ പകരം നൽകും. Listen to me. കേൾക്കുക. God's children will never be at a loss. ദൈവമക്കൾ ഒരിക്കലും നഷ്ടത്തിൽ പോവുകയില്ല. I said it. ഞാനത് പ്രഖ്യാപിച്ചിരിക്കുന്നു. God's children will never be at loss. ദൈവമക്കൾ ഒരിക്കലും നഷ്ടത്തിലാവുകയില്ല. Yes, amen. Job, if they took it away from you, I will give you double portion. You will never be at loss because you are my child. യോബേ, നിന്നിൽ നിന്നും പലതും പിശാച് എടുത്തുകൊണ്ട് പോയെങ്കിൽ ഇതാ ഞാനത് ഇരട്ടിയായി നിനക്ക് തരികയാണ്, കാരണം നീ എന്റെ പൈതലാകുന്നു. Today the Holy Spirit says the Lord wants to settle some accounts today. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കണക്കുകൾ പരിശുദ്ധാത്മാവ് തീർക്കുകയാണ്, സെറ്റിൽ ചെയ്യുകയാണ്. He's telling devil, come here. പിശാചിനെ വിളിക്കും, വാ ഇവിടെ വാടാ. Tell me what all you have taken. നീ എന്തൊക്കെയാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത്? I want to give a double portion. ഇത് ഞാൻ ഇരട്ടിയെ കൊടുക്കാൻ പോവുകയാണ്. Come on, what all you have taken, I want to take all your hard work and I'm going to turn it for good and I'm going to bless my children. നീ എന്റെ മക്കൾക്കെതിരെ പണിയെടുത്തത്, അവർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, അത് ഞാൻ എടുത്തുകൊണ്ട് ഇത് ഞാൻ അവർക്കൊരു അനുഗ്രഹമാക്കി ഞാൻ പകരം കൊടുക്കുകയാണ്. Somebody lift up your voice and give the Lord a shout. ആർപ്പോടെ വിശ്വസിക്കുന്നവർ ചേർന്ന് എത്ര പേർ അതിനെ സ്വീകരിക്കും?